ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സംരംഭം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, വാട്സപ്പിൽ സ്റ്റാറ്റസ്. അപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ടിട്ട് എനിക്ക് 7 ഓർഡറൊക്കെ കിട്ടി. അത് ഞാൻ ഓർഡറിനനുസരിച്ചിട്ട് ഞാൻ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും ഷെയർ ആവണമെങ്കിൽ കുറച്ച് പണിയില്ലേ, 2, 3, 4 മാസം പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. എന്നാലും നമുക്ക് ടെൻഷൻ, വിജയിക്കണോ വിജയിക്കില്ലണോ എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടാവും, ഒരുപാട് ടെൻഷൻ. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ എനിക്ക് 2 ഓർഡർ കിട്ടിയിട്ടുണ്ട്, ബ്രേക്ക് മെറ്റീരിയലിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അയച്ചില്ല, അത് തിങ്കളാഴ്ച അയക്കോളും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഷോപ്പുകളുടെ ഓർഡറാണ്. ഷോപ്പുകളുടെ ഈ വീട്ടിൽ വെച്ചിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ഓർഡറൊക്കെ അവർ മിനിമം 12 പീസെങ്കിലും കൊടുക്കും. അപ്പോൾ 12 പീസ് നമ്മൾ തയ്ക്കാൻ കൊടുക്കാം. ആ 12 പീസ് എനിക്ക് ഒരാൾക്ക് അവിടെ തയ്ക്കാൻ കൊടുക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ നിന്ന് ചെയ്യുന്നവർക്ക് എന്തായാലും കൊടുക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതെന്തായാലും എത്തും എന്ന് ഞാൻ എന്തായാലും കുറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് സജഷൻസ് വരുന്നുണ്ട്. കാരണം ചേച്ചിക്ക് അങ്ങനെ ചെയ്തൂടെ, ചേച്ചിക്ക് ആദ്യം മോഡൽ ഇങ്ങനെ ഇൻസ്റ്റയിലെ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നില്ല കണ്ടിട്ട് മോഡൽ ടോപ്പ് എന്നല്ല, സാധാരണ നോർമൽ ടോപ്പിൽ അതിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കുഴപ്പമാണ്. അപ്പോൾ പിന്നെ ഒരു ഇഷ്ടമില്ല അങ്ങനെ നിൽക്കാൻ. എന്നാലും എങ്ങനെയെങ്കിലും വിജയിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സന്തോഷത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പം അവരൊന്നും വിചാരിക്കരുത്, വീഡിയോസിൽ ഒരുപാട് തെറ്റുകളുണ്ടാവും, ക്ലിയർ കുറവുണ്ടാവും, ഒക്കെ നമുക്ക് സെറ്റാക്കാം. ദൈവം അനുഗ്രഹിക്കാൻ ഒക്കെ സെറ്റാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം മോഡൽസ് ചെയ്യുവാൻ ഒരുപാട് മോഡൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഞാൻ നോർമൽ ടോപ്പുകൾ എന്നല്ല, ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സുകൾ നിങ്ങളെന്നെ കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഏത് മെറ്റീരിയലാണ് അത് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനത് ചെയ്തു തരാം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നമുക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടപ്പോൾ ചിലർക്ക് അമ്പല കട്ടിങ് വേണം, ചിലർക്ക് കോളറിനൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന സ്റ്റിച്ചിങ് കൂലിയാണ് ചോദിക്കുന്നത്. സ്റ്റിച്ചിങ് കൂലി ഞാൻ അധികം വാങ്ങില്ല. എനിക്ക് മെറ്റീരിയൽ അതിൻ്റെ അങ്ങനെയുള്ള റേറ്റ് മാത്രമേ ഞാൻ നോക്കണുള്ളൂ, അതാണ് നോക്കിയിട്ടുള്ളൂ ശരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സാധാ ഈ ടോപ്പുകളുടെ ഓർഡേഴ്സ് കുറേ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിപ്പോൾ ഒരു 4 or 5 പേരെ എന്നെ വിളിച്ചിട്ടുണ്ട്, ചേച്ചിയെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നോട്ടാ, ചേച്ചി എനിക്ക് സ്റ്റിച്ച്. അപ്പോൾ അവർക്ക് അത് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആഗ്രഹം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഡ്രസ്സുകൾ, ഇതിൻ്റെ മോഡലായിട്ട് നിൽക്കുന്ന ഇതിൻ്റെ മോഡൽ തന്നെയാണ്. ഇത് ഞാൻ കുറച്ച് മുന്നേ അടിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോഴും പുതിയ ട്രെൻഡുകൾ ഇങ്ങനെ മാറി ഗേൾസിൻ്റെ ട്രെൻഡ് പറഞ്ഞാൽ ദിവസം ചെല്ലുന്നതോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഐഡിയ വരുന്നത് അവർ അവിടെ വിജയിക്കും. അപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് മോഡൽസാണ് ഞാൻ ഓരോ ദിവസം ഓരോ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങളത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, നമുക്ക് തയ്ക്കാം. ഇതിപ്പോൾ ഞാൻ തയ്ച്ച ഒരു ഡ്രസ്സാട്ടോ, ഇത് സാരിയാണ്. ഞാൻ മോൾക്ക് തയ്ച്ചുള്ള ഡ്രസ്സുകൾ പറഞ്ഞാൽ കംപ്ലീറ്റ് സാരികളും ഉണ്ടാവും. അങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ടുള്ള ഇതൊന്നുമില്ല. സാരികൾ അവളെ മേമയുടെ സാരി, അമ്മയുടെ സാരി, അച്ഛമ്മയുടെ സാരി, അങ്ങനെ സാരികൾ കൊണ്ടാണ് ഞാൻ അധികം ഡ്രസ്സുകൾ തയ്ച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ തയ്ച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിപ്പോൾ ഇത് അനിയത്തിയുടെ സാരി. അപ്പോൾ ആ സാരി അമ്പല കട്ടിങ് തയ്ച്ച് അതിൻ്റെ ലേസ് കരയിൽ വരില്ല, ആ ലേസ് ഇവിടെ കൊടുത്തു, കയ്യിൽ നിന്ന് കൊടുത്തു. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാട്ടോ അമ്പല കട്ടിങ്. ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ്. എന്താ ചെത്തിച്ചോക്കള് കിച്ചൊന്ന് എത്തിച്ചോക്കുക. അപ്പോൾ ഇത് എനിക്കിഷ്ടമുള്ള ഡ്രസ്സ്. കാരണം അലമാരയിൽ ഇരിക്കുന്ന സാരിയൊന്നും നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് തയ്ക്കാം. നല്ല ഭംഗിയുള്ള ഡ്രസ്സല്ലേ, ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂട്ടോ, അല്ല ഷെയർ ചെയ്യില്ല, ലൈക്ക് ചെയ്യൂട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഐഡിയകൾ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ എങ്ങനെ മാർക്കറ്റ് കണ്ടെത്തുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിതിൽ ഇതാക്കുന്നുണ്ട്. കാരണം ഞാൻ സാധാ ടോപ്പ് അടിച്ചപ്പോൾ തന്നെ ഇതിപ്പോൾ എങ്ങനെ സെയിൽ ചെയ്യാം ഷോപ്പുകളിൽ കൊണ്ടുപോയിട്ട് ഓരോ മോഡൽ ഇത് കാണിച്ചു കൊടുത്ത് അവർ ഓർഡർ തരും. ഞാൻ ചെയ്തിരുന്ന കാര്യമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒന്നിനും സമയം കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ശരിയാവും, സാവകാശം ഇപ്പോൾ സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ സാരിയായിട്ട് അടിച്ചതാണ്. അപ്പോൾ ഇനി ഞാൻ ഓരോ ദിവസം ഓരോ ഡ്രസ്സുകൾ തയ്ച്ചത് ഒക്കെ സാരി കൊണ്ട് തയ്ച്ചതാണ്. അതിൽ 1 or 2 മെറ്റീരിയൽ കൊണ്ട് തയ്ച്ചിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന സജഷൻസുകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എല്ലാം പ്രാവർത്തികമാക്കും. നിങ്ങൾ എൻ്റെ കൂടെ വേണം. അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.